യാത്രിക ഭാഗം 15. പഠിച്ചോനെ, ഈ കേൾക്കുന്നതൊക്കെ നേരാണോ? ഇന്നേ വരെ ഒരു പെങ്കൊച്ച് സ്നേഹത്തോടെ പോയിട്ട് വെറുതെ പോലും നോക്കിയിട്ടില്ല. അപ്പോഴേ ഒരുതി കൂടി പോരുന്നെന്ന് പറയുന്നു. ഓ, ഇത് കിനാവാകില്ലേ പഠിച്ചോനെ. അവൾ സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞു. ഹലോ ചേട്ടാ, എന്തോന്നും പറയത്തെ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. പണത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് കാര്യമാക്കണ്ട, ഞാൻ തന്നോളാം. അതൊന്നുമല്ല, പണം എനിക്കൊരു പ്രശ്നമൊന്നുമല്ല, അവൻ പറഞ്ഞു. ഇത് കേട്ടതും അവൾക്ക് സന്തോഷമായി. എന്നാൽ എൻ്റെ കൂടെ ഒന്ന് വരുമോ? യെസ്, ഓഫ് കോഴ്സ്. അവൻ ആവേശത്തോടെ അവൾക്കൊപ്പം നടന്നു. ഇരുവരും റൂമിലേക്ക് ചെല്ലുമ്പോൾ നിവേദ് ഓഫീസിലുള്ള ആളുമായി സംസാരിക്കുകയായിരുന്നു. സോറി നിവേദ്, ആ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം റൂൾസ് മാറ്റാൻ പറ്റില്ലല്ലോ. ദ്വീപിലുള്ള ഒരു പരിചയക്കാരനെ കൊണ്ടുവന്നാൽ വിത്തിൻ 4 ഡേയ്സിനുള്ളിൽ ഞാൻ പെർമിഷൻ കൊടുക്കാം. ബട്ട് ഇപ്പോൾ രക്ഷയില്ല, അയാൾ നിവേദിനോട് പറഞ്ഞു. അവൻ വിഷമത്തോടെ നിന്നു. സാർ, മീനു വിളിച്ചു. ഇരുവരും തിരിഞ്ഞു നോക്കി. യെസ്. മീനു അകത്തേക്ക് ചെന്നു. എന്താ? സാർ, ലക്ഷദ്വീപിൽ എൻ്റെ സുഹൃത്തിനെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അയാളെ വിളിക്കട്ടെ? ഓഫീസർ നിവേദിനെ നോക്കി. അവനാകെ അന്തം വിട്ട് അവളെയും ഓഫീസറെയും മാറി മാറി നോക്കി. അവൾ തിരിഞ്ഞ് വാതിലിന് നേരെ നോക്കി. ഈ നജീബ്, അവൾ വിളിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ചെത്ത് സ്റ്റൈലിൽ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു. അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചു. ഹലോ സാർ, നമസ്കാരം, അവൻ ഇരുവരെയും നോക്കി പറഞ്ഞു. ഇതേത് മരണം എന്ന ഭാവത്തിൽ നിവേദും വായും പൊളിച്ച് അവനെ നോക്കി. ഇതാണ് സാർ ഞാൻ പറഞ്ഞ വ്യക്തി, നജീബ് കവരത്തിയാണ്. ഇദ്ദേഹമാണ് എൻ്റെ സ്പോൺസർ, അവൾ പറഞ്ഞു. ഹായ്, ഇതാ സാർ എൻ്റെ ID. അവൻ ഇലക്ഷൻ ID ഓഫീസർക്ക് നേരെ നീട്ടി. അയാളത് സംശയിച്ച് വാങ്ങി പരിശോധിച്ചു. പിന്നെ നിവേദിനെ നോക്കി. എന്താ സാർ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ? അവൾ ചോദിച്ചു. ഇല്ല, എല്ലാ പേപ്പേഴ്സും ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം, അയാൾ പറഞ്ഞു. താങ്ക് യു സാർ, അവൾ പറഞ്ഞു. മീനു, ഒന്നിവിടെ വന്നേ. നിവേദ് അതും പറഞ്ഞ് പുറത്തേക്ക് നടന്നു. നജീബിനെ ഒന്ന് നോക്കിയ ശേഷം അവൾ അവന് പിന്നാലെ ചെന്നു. നജീബ് നെറ്റിച്ചൊളിച്ച് അവനെ നോക്കി. പടച്ചോനെ, ഈ സീതൻ എന്തെങ്കിലും പാരോ ഇക്കോ? പോയി നോക്കാം. അവന് പുറത്തേക്ക് നടന്നു. മീനു നിവേദിൻ്റെ അരികിലേക്ക് ചെന്നു. മീനു, നീ ഇത് എന്ത് കണ്ടിട്ടാ ആ പയ്യൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചത്? ഇതല്ലാതെ വേറെ വഴിയില്ല നിവേദേട്ടാ, അതുകൊണ്ടാണ് ഞാൻ. എന്തൊക്കെ വന്നാലും എനിക്ക് പോയേ പറ്റൂ. അതിന് ഏത് മാർഗവും ഞാൻ സ്വീകരിക്കും, മീനു പറഞ്ഞു. പക്ഷെ മീനു, അവനെ കണ്ടിട്ട് തന്നെ ഒരു കള്ളലക്ഷണം തോന്നുന്നു, ഒരു ഫ്രോഡ് ലുക്ക്, നിവേദ് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നജീബ് അവിടേക്ക് വന്നു. അവൻ്റെ ദേഷ്യം വന്നു. ഹലോ, എക്സ്ക്യൂസ് മീ. അവൻ ദേഷ്യത്തോടെ നിവേദിൻ്റെ മുന്നിലേക്ക് വന്നു. താങ്കൾ എന്നെയാണോ ഫ്രോഡ് എന്ന് ഉദ്ദേശിച്ചത്? നിവേദ് രൂക്ഷമായി അവനെ നോക്കി. അതെ, ഞാൻ ആരാണെന്ന് വെച്ചാൽ താനീ സംസാരിക്കുന്നത്? കവരതയിൽ ചെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്. ദ്വീപിലെ ഏറ്റവും ഡീസൻ്റ് വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ആദ്യം എൻ്റെ പേരെ പറയൂ, അറിയാമോ? അല്ലാതെ വായി തോന്നുന്നത് പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ തിരിഞ്ഞ് മീനുവിനെ നോക്കി. ആരാ മീനു ഇയാൾ? ഇത് നിവേദ്, എൻ്റെ ഒരു പരിചയക്കാരനാണ്. ഓഹോ, പരിചയക്കാരനാണോ? പറയുന്നത് കേട്ടപ്പോൾ തോന്നി ഈ കൊച്ചിൻ്റെ ബന്ധുക്കാരനാണെന്ന്. അധികം വിളിച്ചാലൊന്നും വേണ്ട കേട്ടോ. ഞാനും ഈ കുട്ടിയുടെ പരിചയക്കാരൻ തന്നെയാണ്. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൻ അധികാര സ്വരത്തിൽ പറഞ്ഞു. നിവേദ് ഇത് വേണോ എന്ന ഭാവത്തിൽ മീനുവിനെ നോക്കി. അവൾ എന്തു ചെയ്യണമെന്നറിയാൻ നിന്ന്. താനിനി ഇവിടെ നോക്കിയൊന്നും വേണ്ട, ഇന്നു മുതൽ ഈ കുട്ടിയുടെ കാര്യം ഞാനാ. താൻ പോയേ. നിവേദ് അവളെ ഒന്ന് നോക്കി പിന്നെ തിരിഞ്ഞു നടന്നു. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? പെർമിഷൻ കിട്ടിയാലുടനെ ഞാൻ തന്നെ വിളിച്ചോളാം. ടിക്കറ്റിൻ്റെ കാര്യം മീനൊന്ന് നിർത്തി. അതൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. പിന്നെ കാശിൻ്റെ കാര്യം എന്തേലും കരുതുന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ. അല്ല, അത്യാവശ്യം വന്നാലോ? എൻ്റെ കയ്യിലില്ലാഞ്ഞിട്ടല്ല, അവൻ ഭംഗിയായിട്ടൊന്ന് ഇളിച്ചു. നിങ്ങളതൊന്നും ഓർത്തന്നെ വിഷമിക്കണ്ട, ടിക്കറ്റിൻ്റെ പണവും മറ്റുമൊക്കെ ഞാൻ തന്നോളാം, അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാൽ ശരി, ബൈ. അതും പറഞ്ഞ് അവൻ നടന്നു. മീനു ഒന്ന് നിശ്വസിച്ച് തിരിഞ്ഞ് നടന്നു. ഗേറ്റിന് പുറത്ത് നിവേദ് അവളെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. മീനു, നീ ഈ ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എന്ത് വിശ്വസിച്ചാണ് നീ? അതും ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്. അവളൊന്ന് ചിരിച്ചു. ഓരോ സാഹചര്യങ്ങളല്ലേ നമുക്ക് പുതിയ പുതിയ പരിചയങ്ങളും അറിവുകളും നൽകുന്നത്. നിവേദേട്ടനെയും എനിക്ക് ആദ്യം പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം ഒരു വിശ്വാസമല്ലേ. അവിടേക്ക് പോകാൻ വഴിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദൈവം എൻ്റെ മുന്നിലേക്ക് എത്തിച്ചതുപോലെ അയാൾ വന്നത്. പക്ഷേ എന്തോ അയാളെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കെന്തോ ഒരു പഞ്ചാര പോലെയാണ് തോന്നുന്നത്. അതുപോലുള്ളവർ മരിക്കാനുള്ള വിദ്യയൊക്കെ അല്പസ്വല്പം എനിക്കറിയാം. പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ. എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ കൈവിടില്ല. എൻ്റെ അപ്പുവേട്ടൻ്റെ അടുത്ത് എത്തിക്കും.
എന്നെ എൻ്റെ അപ്പൂരിൻ്റെ അടുത്ത് എത്തിക്കും. ഒരു കുഴപ്പവുമില്ലാതെ അപ്പൂരിനെ എനിക്ക് തിരിച്ചു തരും. അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരം ഇടറി. നിവേദ ഒന്നും വല്ലാതെ. ശരി, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, മാക്സിമം 4 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞത്. ഒത്തിരി നന്ദി നിവേദേട്ടാ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. തനിക്ക് അഥർവിനെ തന്നോടും എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അഥർവിനെ കണ്ടെത്താൻ തനിക്ക് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. താൻ വാ, ഞാൻ സ്റ്റാൻഡിൽ കൊണ്ടുവിടാം, നിവേദ് പറഞ്ഞു. അവൾ അവനൊപ്പം നടന്നു. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും മണി 4 കഴിഞ്ഞിരുന്നു. മീനു, ഞാൻ തന്നെ നാട്ടിൽ കൊണ്ടുവരണോ? നിവേദ് ചോദിച്ചു. വേണ്ട ചേട്ടാ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. ശരി, നാട്ടിലേക്കുള്ള ത്രൂ ബസ് ഉണ്ട് ഇപ്പോൾ. ചെല്ലി, ഓൾ ദി ബെസ്റ്റ്. ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ നടന്നു. ബസ് സ്റ്റാൻഡിൽ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ ഇറങ്ങിയത് മീനു ചെന്ന് ബസ്സിൽ കയറി. സൈഡ് സീറ്റിൽ തന്നെ കയറിയിരുന്നു. അവൾക്ക് എന്തുകൊണ്ടോ വല്ലാത്തൊരു സന്തോഷവും ആത്മവിശ്വാസവും തോന്നി. അതിൽ അവൾക്കും വല്ലാത്തൊരു അത്ഭുതവും തോന്നി. തനിക്കിങ്ങനെ ഇതിനൊക്കെ സാധിച്ചു. കൃഷ്ണപുരം എന്ന ഗ്രാമത്തിന് പുറത്ത് തനിച്ച് കിടക്കാത്തവൾ, ആ താനാണ് ഇന്ന് ഇത്രയും ദൂരം തനിച്ച്, അതും ചേച്ചിയോട് കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത്. അവൾക്ക് വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു. പലപ്പോഴും ഇത് താൻ തന്നെയാണോ എന്ന് അവൾ അവളോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ഫോണടിച്ചത്. അവളത് എടുത്തു നോക്കി. മായയാണ്. ഈശ്വര, ചേച്ചിയാണല്ലോ. വൈകുന്നത് എന്തായെന്ന് കരുതി വിളിക്കുന്നതാണ്. എന്തു പറയും? അവൾ ആലോചിച്ചു. പിന്നെ ഫോൺ എടുത്തു. ഹലോ ചേച്ചി. ഹലോ മോളെ, നീ ഇത് എവിടെയാ? എന്താ വൈകുന്നത്? മായ പരിഭ്രമത്തോട് ചോദിച്ചു. ചേച്ചി, അത് ഞാൻ ടൗണിലുള്ളത്. ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളോ? ആ അതെ. ഇത്ര ലേറ്റ് ആവുകയാണെങ്കിൽ നീ ഇനി ക്ലാസ്സിന് പോകണ്ട. മാഷ് വരട്ടെ, മാഷ് നിന്നെ പഠിപ്പിച്ചോളൂ. മീനൊന്ന് പകച്ചു. അത് ചേച്ചി, ആഴ്ചയിൽ ഒരിക്കലും എനിക്ക് ക്ലാസ് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. അതായിരുന്നു ഇത്ര വൈകിയത്, മീനു പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ വയ്ക്കാം. നേരം വൈകുകയാണെങ്കിൽ നീ വിളിച്ചാൽ മതി. ഞാൻ ഉമേഷിനോട് പറയാം, അവൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നോളും. അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ എത്തിക്കോളാം. അതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ടിക്കറ്റ് എടുത്ത ശേഷം അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. നല്ല തണുത്ത കാറ്റ് അവളെ തലോടി. മീനുവിൻ്റെ മനസ്സൊന്ന് തണുത്തു. അവൾ സീറ്റിൻ്റെ കമ്പിയിലേക്ക് തലചായ്ച്ച് വെച്ചു. കൃഷ്ണപുരത്തെത്താൻ ഇനിയുമുണ്ട് മണിക്കൂറുകൾ. ഒന്ന് ഉറങ്ങാനുള്ള സമയമുണ്ട്. കുറേ ദിവസങ്ങളായി ഉറക്കമില്ലാത്തതിനാവാം അവളുടെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു. മുഖത്ത് മഴത്തുള്ളികൾ വന്ന് പതിച്ചതും മീന ഞെട്ടി ഉണർന്നു. ഇതേതാ സ്ഥലം? ബസ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണപുരം പാലം എത്താറായിരിക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ബസ്സിൻ്റെ ഷട്ടറുകൾ ഓരോന്നായി താഴാൻ തുടങ്ങി. മീന് പുറത്തേക്ക് തോന്നി. തന്നന്നത്താളത്തിൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. അപ്രതീക്ഷിതമായി മഴ പെയ്തതിൽ പലരും പകച്ച് വീതിയിലൂടെ ഓടി കടയുടെ വരാന്തയിലും മറ്റും കയറി നിൽക്കുകയാണ്. വീശിയടിക്കുന്ന കാറ്റിൽ ജലകണങ്ങൾ അവളുടെ മുഖത്തേക്ക് തെറിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു. മോളെ, ആ ഷട്ടറൊന്ന് താഴ്ത്തു, അടുത്തിരുന്ന സ്ത്രീ പറഞ്ഞു. അവളൊന്ന് പുറത്തേക്ക് നോക്കി. നല്ല തകൃതിയായി പെയ്യുകയാണ്. എന്തുകൊണ്ടോ ഇന്ന് ആ മഴ കണ്ടപ്പോൾ വല്ലാത്തൊരാവേശം തോന്നി അവൾക്ക്. ഒരു മയിൽപേടിയെ പോലെ ആ മഴയിലിറങ്ങി നൃത്തം ചെയ്യാൻ അവളുടെ മനം തുടിച്ചു. മനസ്സോടെ അവൾ ബസ്സിൻ്റെ ഷട്ടർ താഴ്ത്തി. കണ്ണാടിപ്പുഴയുടെ പാലത്തിനടുത്ത് എത്താറായതും ഒരു നിമിഷം അവൾ പുറത്തേക്ക് നോക്കി. ദൂരെ നിന്നും മതിച്ചു കുതിച്ച് ഒഴുകി വരുന്ന പുഴ കണ്ടതും അവൾക്കൊരുതരം ആവേശം ഉണർന്നു. ബസ് നിന്നതും അവൾ ചാടി എഴുന്നേറ്റ് ഇറങ്ങാനോടി. കുട്ടിക്ക് അടുത്ത സ്റ്റോപ്പിലല്ലേ ഇറങ്ങേണ്ടത്? കണ്ടക്ടർ തിരക്കി. അല്ല, എനിക്ക് ഇവിടെ ഇറങ്ങിയാൽ മതി. അതും പറഞ്ഞ് അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും മഴ സ്വല്പം നിലച്ചിരുന്നു. ചെറിയ ചാറ്റൽ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ നേരെ നടന്നു. പാലത്തിന് താഴേക്കിറങ്ങി അവൾ പുഴയുടെ തീരത്തെത്തി. കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ആവേശം തോന്നി. കയ്യിലുണ്ടായിരുന്ന ബാഗ് അവൾ പാറപ്പുറത്ത് വെച്ചു. പതിയെ പുഴയിലേക്ക് ഇറങ്ങി. പുഴവെള്ളത്തിൽ കാൽപാദം പതിഞ്ഞതും അവളൊന്ന് പുളഞ്ഞു. തണുപ്പ് കാൽപാദങ്ങളിലൂടെ ഉടലയിലേക്ക് ഇരച്ചു കയറി. അവൾ കണ്ണടച്ച് നിശ്വസിച്ചു. പിന്നെ പുഴയിലേക്ക് എടുത്തു ചാടി. ശക്തമായി ഒഴുകി വരുന്ന പുഴവെള്ളവുമായി അവൾ ഒരുതരം മത്സരം തന്നെ നടത്തി. കയ്യും കാലും ഇട്ടടിച്ച് അവൾ ശക്തിയായി നീന്തി. വൻമരത്തെ പോലും കടപുഴകിയെടുത്ത് കൊണ്ടുപോകുന്ന അത്രയും ശക്തമായ ഒഴുക്ക്. കാണുന്ന ആരും ഭയന്നു പോകും. പക്ഷേ അവൾ ഭയന്നില്ല. പുഴവെള്ളം അവളെ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം കയ്യും കാലും തളർത്താൻ ശ്രമിക്കുമ്പോഴും അവൾ തളർന്നില്ല. ഒടുവിൽ അവൾക്ക് മുന്നിൽ ആ പുഴ മുട്ടുമടക്കി. നീന്തി അക്കരെ കയറിയ അവൾ വിജയാഹ്ലാദത്തോടെ പുഴയെ നോക്കി. നീ എന്ത് കരുതി ഞാൻ നിന്നെ ഭയന്നെന്നോ? ഇനി ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ വരില്ലെന്നോ? ഇല്ല, ഈ മീനും എവിടെയും തോൽക്കില്ല. ആരെയും ഒന്നിനെയും ഭയക്കില്ല.
എൻ്റെ അപ്പുവേട്ടന് അത് ഇഷ്ടമല്ല. ഞാൻ എവിടെയും വിജയിച്ച് നിൽക്കുന്നത് കാണാനാണ് എൻ്റെ അപ്പുവേട്ടന് ഇഷ്ടം. അതെ, ജയിക്കാൻ തീരുമാനിച്ച് ഞാൻ ഇറങ്ങുകയാണ്, അവൾ ആവേശത്തോടെ പറഞ്ഞു. പെട്ടെന്നൊരു കയ്യടിയിട്ട് അവൾ തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് അതർ അവിടേക്ക് വന്നു. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അപ്പുവേട്ടാ, അവൾ വിശ്വാസം വരാതെ വിളിച്ചു. മതി മീനു, എനിക്കിതാ വേണ്ടിയിരുന്നത്. എല്ലാ ഭാവവും മാറ്റി നീ എൻ്റെ പഴയ മീനുവായി മാറണം. അത് സാധിച്ചു. മതി, എനിക്ക് ഇത് മതി. അപ്പുവേട്ടാ, അപ്പുവേട്ടൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നെന്നോ അറിയില്ല മീനു, അറിയില്ല. അവൻ പറഞ്ഞു. ഇനി എന്നെ വിട്ട് എങ്ങോട്ട് പോകരുത്. നിന്നെ വിട്ട് ഞാനെവിടെ പോകാനാ മീനു? പക്ഷേ എനിക്കിപ്പോൾ നിന്നെ പിരിഞ്ഞിരിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. അത് കേട്ടതും അവളുടെ മുഖം വാടി. എനിക്ക് പോകാതെ വയ്യ മീനു. എവിടേക്ക്? അവനൊന്നും മിണ്ടാതെ നിന്നു. പിന്നെ പതിയെ തിരിഞ്ഞ് നടന്നു. അവൾ ഞെട്ടി. അപ്പോട്ടാ, പോകരുത്, അവൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവൻ നിന്നില്ല. അവൻ പുഴയിലേക്ക് ഇറങ്ങി നടന്നു. അപ്പോട്ടാ, അവൾ അവൻ്റെ പിന്നാലെ ഓടി. എനിക്ക് പോകാതെ വയ്യ മീനു. ഇനി എന്നെ കാണുമ്പോൾ നീ എൻ്റെ അടുക്കലേക്ക് വാ. അതും പറഞ്ഞ് അവൻ പുഴയിലേക്ക് ഇറങ്ങി എങ്ങോ മറഞ്ഞു. അവൾ ആകെ പകച്ച് ചുറ്റും നോക്കി. അപ്പോട്ടാ, അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുഴക്കരയിൽ മുട്ടുകുത്തിയിരുന്നു. മഴത്തുള്ളികൾ അവളുടെ മേലെ വന്ന് പതിച്ചു. നീ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അവൻ അവിടെ ബന്ധനത്തിലിരിക്കുമ്പോൾ നീ കരഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? പോയി അവനെ കണ്ടെത്തും. വേദനകളെപ്പോലും ഇല്ലാതാക്കാൻ കഴിയാത്ത ആ ഉപ്പുവെള്ളം ഒഴുക്കി കളകിയല്ല വേണ്ടത്, സധൈര്യം മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആ മഴത്തുള്ളികൾ അവളോട് പറയുന്നതായി അവൾക്ക് തോന്നി. അവൾ കരച്ചു നിർത്തി. കണ്ണുനീർ തുടച്ച് ധൈര്യത്തോടെ അവൾ വീണ്ടും പുഴയിലേക്ക് എടുത്തു ചാടി. ആവേശത്തോടെ വീണ്ടും നീന്തി അക്കരയ്ക്ക്. ജയിക്കാനായി അവൾ പോവുകയാണ് അവനെ തേടി. മായ പരിഭ്രമത്തോടെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മഴ തിമിർത്തു പെയ്യുകയാണ്. വഴിയാകെ ഇരുൾ മൂടിയിരിക്കുന്നു. ഈശ്വര, ഇവളെന്താ വരാത്തത്? കൂടിയും കൊണ്ടുപോയിട്ടില്ലല്ലോ, മായ പറഞ്ഞു. അപ്പോൾ പടികടന്ന് ആരോ നടന്നു വരുന്നത് അവൾ കണ്ടു. ഒരു വാഴയിലയും ചൂടിക്കൊണ്ട് മീനു പടികടന്ന് വന്നു. മായയ്ക്ക് ശ്വാസം നേരെ വീണു. അവൾ വേഗം കുടയുമായി അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. എന്താ മോൾ ഇത്ര വൈകിയത്? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാമോ നിനക്ക്? ബസ് ഇറങ്ങിയപ്പോൾ നല്ല മഴ. കുറച്ച് സമയം മഴ മാറുമെന്ന് കരുതി നിന്നു. ഇല്ലെന്ന് കണ്ടപ്പോൾ ഒരു വാഴയിലയും വെട്ടി ഞാനിങ്ങ് പോന്നു. ഒരു വരാന്തയിലേക്ക് കയറി. മായ അവളെ അടിമുടി നോക്കി. എന്നിട്ട് നീ എങ്ങനെയാ ഇത്ര നനഞ്ഞത്? തലയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ, മീനുവിൻ്റെ മുടിയിൽ തൊട്ട് മായ പറഞ്ഞു. അവളൊന്ന് പരിങ്ങി. ഈശ്വര, എന്ത് പറയും? അവൾ ആലോചിച്ച്. പെട്ടെന്നൊരു ഐഡിയ തോന്നി. അത് ചേച്ചി, നല്ല കാറ്റുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് വാഴയില പറന്നുപോയി, ഞാൻ ആകെ നനഞ്ഞു, അതാ. മീനു പറഞ്ഞൊപ്പിച്ചു. ശരി, നനച്ചിലോടെ നിൽക്കണ്ട, വല്ല പനിയും പിടിക്കും, പോയി കുളിക്കാൻ നോക്ക്, മായ പറഞ്ഞു. ശരി ചേച്ചി. അതും പറഞ്ഞു മീനു വേഗം അകത്തേക്ക് നടന്നു. ആവോ, തൽക്കാലം രക്ഷപ്പെട്ടു, പാവം ചേച്ചി. അവൾ മായയെ നോക്കി. പിന്നെ അകത്തേക്ക് നടന്നു. കുളിച്ച് തലയും തോർത്തിക്കൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് വന്നു. അപ്പോൾ മായ അവിടേക്ക് വന്നു. നിൽക്ക്, മഴ നനഞ്ഞതല്ലേ, ഇച്ചിരി രാസ്നാദി ഇട്, ഇല്ലേ നീരിറക്കവും പനിയൊക്കെ വരും. മായ അതും പറഞ്ഞ് രാസ്നാദി പൊടിയെടുത്ത് മീനുവിൻ്റെ നെറുകയിലിട്ട് ശക്തിയായി ഉരച്ചു. മീനുവിനെ ഇതൊക്കെ കണ്ട് സങ്കടം വന്നു. മീനു, നീ ഏത് സെൻറ്ററിലാണ് ട്യൂഷന് പോകുന്നത്? മാഷ് വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു. മായയുടെ ചോദ്യം കേട്ട് അവളൊന്നും ഞെട്ടി. അത് മഹാത്മ ട്യൂഷൻ സെൻറ്ററിൽ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഇത്രയും ലേറ്റ് ആവുകയാണെങ്കിൽ നിനക്ക് അടുത്ത് എവിടെയെങ്കിലും പോയാൽ പോരെ? ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയാമോ? ഒന്നാമത് മാഷ് ഇവിടെ ഇല്ലാത്ത സമയം, നാളെ കുറച്ച് നേരത്തെ വിടാൻ പറഞ്ഞോണം അവരോട്, മായ പറഞ്ഞു. അയ്യോ, അതിന് നാളെ ക്ലാസ്സില്ല, ഇനി ക്ലാസ്സുള്ള ദിവസം വിളിക്കാമെന്നാണ് അവർ പറഞ്ഞത്. അതെന്താ? അത് ഞങ്ങൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഞങ്ങളുടെ സാറ് മറ്റെവിടെയോ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. ഒഴിവുള്ള ദിവസം വന്നാണ് ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ടാണ്, അവൾ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു. ഓ ആണാ? അല്ല, ട്യൂഷൻ സെൻറ്ററൊക്കെ എങ്ങനെ? നല്ല സൗകര്യമൊക്കെ ഉണ്ടോ? വലിയ സെൻറ്ററാണോ? അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി. കുഴപ്പമൊന്നുമില്ല. അല്ല ചേച്ചി, മാഷിപ്പോൾ വരും വല്ലതും പറഞ്ഞോ? മീനു വിഷയം മാറ്റാൻ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു, മീറ്റു മനസ്സിൽ പറഞ്ഞു. മീനു, നീ എന്താ ആലോചിക്കുന്നത്? മായയുടെ ചോദ്യം കേട്ട് അവൾ ചിന്തയിൽ നിന്നുണർന്നു. ഒന്നുമില്ല ചേച്ചി. എന്നാൽ നീ വാ, ഞാൻ അത്താഴം എടുത്ത് വെക്കാം. മായ പുറത്തേക്ക് നടന്നു. മീനുവിന് എന്തുകൊണ്ടോ സങ്കടം വന്നു. എന്നോട് ക്ഷമിക്കണം ചേച്ചി, ചേച്ചിയോട് കള്ളം പറയും ഞാൻ, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. അപ്പേട്ടനെ അന്വേഷിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ച് തരില്ല, അതാ. എല്ലാറ്റിനും മാപ്പ്, കണ്ണൻ എന്നോട് ക്ഷമിക്കട്ടെ. മീന് കണ്ണു തുടച്ച് നടന്നു. ക്യാമ്പ് കഴിഞ്ഞ് ടോണ് തിരിച്ചെത്തി. മീനുവിനോട് ക്ലാസ്സിനെ കുറിച്ച് തിരക്കി. അവൾ ഓരോന്ന് പറഞ്ഞ് തടി തപ്പി.
അങ്ങനെ ഇരിക്കെ നിവേദിൻ്റെ കോൾ വന്നു. ഹലോ മീനു, തൻ്റെ പോകാനുള്ള പേപ്പേഴ്സൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ, താൻ തന്നെ വന്ന് അത് വാങ്ങിച്ചോളൂ. അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് സന്തോഷം അടക്കാനായില്ല. ഒത്തിരി നന്ദി നിവേദേട്ടാ, നിവേദേട്ട കാരണം എനിക്ക് ഇത്ര പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായത്, അവൾ പറഞ്ഞു. എന്താ മീനു ഇത്, നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന സങ്കടം എനിക്കുള്ളൂ. താൻ പോയി വാ, എല്ലാം മംഗളമായി നടക്കും. അതർവിന് ഒന്നും പറ്റില്ല, അവൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും, അവൻ പറഞ്ഞു. ശരി, ഞാൻ നാളെ തന്നെ പോയി എല്ലാം വാങ്ങിച്ചോളാം. ശരി. കോൾ കട്ട് ചെയ്ത് അവളൊന്ന് നിശ്വസിച്ചു. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു. ഇനി അടുത്തത്. അവൾ ചുറ്റും നോക്കി. ആരും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുറിയിൽ കയറി കതകടച്ച് നജീബിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ബൈക്കിൽ വരികയായിരുന്നു നജീബ്. ഫോൺ അടിച്ചതും വണ്ടി ഓരത്തായി നിർത്തി അവൻ ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ആരാണാവോ? അവൻ കോൾ എടുത്തു. ഹലോ നജീബ്, ഞാനാണ് മീനു. ആ പേര് കേട്ടത് അവൻ്റെ മുഖം പൂനില ഉദിച്ചതുപോലെ തിളങ്ങി. പറയൂ മീനു, പേപ്പേഴ്സെല്ലാം തയ്യാറായോ? നമുക്ക് എന്ന് പോകാൻ പറ്റും? താൻ വിഷമിക്കണ്ട, ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അയാളോട് പറഞ്ഞാൽ 2 ദിവസത്തിനകം ടിക്കറ്റ് റെഡിയാക്കി തരും. വൈകാതെ തന്നെ പോകാം നമുക്ക്, അവൾ പറഞ്ഞു. എന്നാൽ ശരി, ഒത്തിരി നന്ദി. നന്ദിയൊന്നും പറയണ്ട, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ കേട്ടോ. ശരി, ഓക്കെ, എന്നാൽ ഞാൻ വിളിക്കാം. അത് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. യാഹൂ, പഠിച്ചവനെ നല്ലപോലെ വരണേ, നജീബ് സന്തോഷത്തോടെ പറഞ്ഞു. 2 ദിവസത്തിനകം തന്നെ ടിക്കറ്റ് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നജീബ് പിടിച്ചു. മീനുവിന് സന്തോഷമായി. അവൾ തൻ്റെ ബാഗുമെല്ലാം പാക്ക് ചെയ്ത് ഒളിപ്പിച്ച് വെച്ചു. രാവിലെ തന്നെ അവൾ മേലേടത്തേക്ക് ചെന്നു. മുറിയിലേക്ക് മീനു ചെല്ലുമ്പോൾ ചുവരിൽ ചാരിയിരിക്കുകയാണ് പാർവതി. ആകെ അലങ്കോലപ്പെട്ട വേഷവും കരഞ്ഞു കണ്ണുകളുമായി ഇരിക്കുന്ന പാർവതിയെ കണ്ട് മീനു വല്ലാതായി. എന്ത് കോലം അമ്മ ഇത്, കുളിച്ചിട്ടൊന്നും ഇല്ലേ? മീനു ചോദിച്ചു. എന്തിനാ മോനെ, ആർക്ക് വേണ്ടിയാണ് ഞാൻ? പാർവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മീനു ഒന്നും വല്ലാതായി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വന്നേ. അപ്പോൾ ഇനി ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ ഈ കോലത്തിൽ അമ്മയെ കണ്ട എന്നെ വഴക്കുറയ്ക്കുക, വന്നേ. മീനു പാർവതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. അപ്പോഴേക്കും മിത്രയും വന്നു. ആഹാ, ചേച്ചി പോന്നു? ഇപ്പോൾ വന്നതേ ഉള്ളൂ. നീ ഇതെവിടെ പോയതാ? ഞാൻ ഗോപാലേട്ടൻ്റെ കര പോയതാ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അമ്മായി എവിടെ? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. കുളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുക. അപ്പോഴേക്കും പാർവതി കുളി കഴിഞ്ഞ് വന്നു. ഞാൻ എത്ര പറഞ്ഞതാ അമ്മ എന്ന് എഴുന്നേറ്റ് പോയി കുളിക്കുന്നതെന്നോ? ഇപ്പോൾ ദേ മേടിച്ചേച്ച് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞതാ അമ്മായി ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കുമെന്ന്? ഇപ്പോൾ ദേ മേടിച്ചേച്ച് പറഞ്ഞപ്പോൾ നഴ്സറി കുട്ടിയെപ്പോലെ എഴുന്നേറ്റ് പോയി കുളിക്കുന്ന കണ്ടില്ലേ? മിത്ര അല്പം കുശുമ്പോട് പറഞ്ഞു. ഒന്ന് പോടി കുശുമ്പി, മീനു പറഞ്ഞു. പിന്നെ ഒരു നല്ല മുണ്ടും നേരിയതെടുത്ത് പാർവതിക്ക് നേരെ നേടി. ഇതാ എൻ്റെ പാർവതിയമ്മ, വേഗം പോയി എടുത്ത് വന്നേ. പാർവതി അമ്പരപ്പോടെ അവളെ നോക്കി. ഇതെന്തിനാ? അതൊക്കെയുണ്ട് അമ്മ, വേഗം ഇത് മാറ്റുക, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. പാർവതിയുടെ മുഖം മാടി. വേണ്ട, എന്നെ കുഞ്ഞിനെ കാക്കാത്ത ദൈവത്തെ എനിക്ക് കാണണ്ട, പാർവതി പറഞ്ഞു. അമ്മ അങ്ങനെയൊന്നും പറയല്ലേ, അപ്പൂരിനൊന്നും സംഭവിക്കില്ല. ആ കൃഷ്ണൻ നമ്മുടെ ഒപ്പമല്ലേ, നോക്കിക്കോ. ഉറപ്പായ ഒരു പോറൽ പോലും എടുക്കാതെ ഭഗവാൻ തന്നെ അപ്പൂരിനെ നമുക്ക് തിരിച്ചു തരും. ഇല്ലേ, ഞാൻ ചോദിച്ചു വാങ്ങിക്കും എൻ്റെ അപ്പൂരിനെ, മീനു പറഞ്ഞു. പാർവതി അവളെ നോക്കി. എൻ്റെ സ്നേഹത്തിലോ ഭക്തിയിലോ ഇന്നേ വരെ ഒരു കളങ്കവും വരുത്തിയിട്ടില്ല ഞാൻ. ദൈവത്തെ നിൽക്കാത്ത ഒരു പ്രവൃത്തിയും ഇന്നേ വരെ എൻ്റെ അപ്പൂട്ടൻ ചെയ്തിട്ടില്ല. മാത്രമല്ല നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള പ്രതിഫലം ദൈവം കൊടുക്കാതിരിക്കില്ല, നോക്കിക്കോ. അമ്മ വാ, ഞാനല്ലേ വിളിക്കുന്നത്. പാർവതി ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ വരാം. വസ്ത്രം മാറാനായി പാർവതി പോയി. ഇനി ഒരാളെ കൂടി കാണാനുണ്ട്. അവൾ മുകളിലേക്ക് നടന്നു. അവിടെ അടച്ചിട്ട മുറിയിൽ വാൽമീകത്തിൻ്റെ മുനിയെ പോലെ ഒന്നും വിടാതിരിക്കുന്ന പ്രഭാകരൻ്റെ മുന്നിലേക്ക് അവൾ ചെന്നു. വല്യങ്കുന്നേ, ഒന്ന് മടിച്ച ശേഷം അവൾ വിളിച്ചു. ശബ്ദം കേട്ട് അയാൾ ആദ്യം ഒന്ന് പതറി, പിന്നെ തലച്ചിരിച്ച് അവളെ നോക്കി. അയാളുടെ മുഖത്ത് പഴയ ദേഷ്യമോ ഗാംഭീര്യമോ പകയോ ഒന്നും തന്നെ കാണാനില്ല. ഒരു വികാരവുമില്ലാതെ ഒരു വസ്തുവിനെ നോക്കുന്നത് പോലെ അയാൾ അവളെ നോക്കി. വല്യങ്കുന്നേ, ഞാൻ ഇവിടെ വരുന്നത് വല്യങ്കുന്നേ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പേട്ടൻ എന്നെ പറഞ്ഞേൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അതെനിക്ക് ചെയ്യണം. എൻ്റെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കിക്കോണമെന്ന അപ്പേട്ടൻ എന്നും പറയാറുള്ളത്. അവർ സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അത്രയ്ക്ക് ജീവനാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും. എന്നോട് ഇഷ്ടം കൂടാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പേട്ടനോട്, നമ്മുടെ ബന്ധം ആരും അംഗീകരിക്കില്ലെന്ന്.
അപ്പോൾ അപ്പേട്ടൻ പറഞ്ഞു, ആദ്യം ബഹളം ഉണ്ടാക്കിയാലും എൻ്റെ അച്ഛൻ തൻ്റെ തീരുമാനത്തെ അംഗീകരിക്കും, തങ്ങളെ രണ്ടുപേരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നൊക്കെ. അതൊക്കെ തോന്നലാണെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം തകർന്നപ്പോൾ അപ്പേട്ടന് സഹിക്കാനായിരുന്നില്ല. ആരോടും ഒരു ദേഷ്യവും വേണ്ട, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഈ ഒരു ദിവസം എനിക്ക് തരണം, അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട് പാർവതി അവിടേക്ക് വന്നു. പ്രഭാകരനെ കണ്ടലും പാർവതിയുടെ മുഖം ചുവന്നു. അയാൾ അവളെ അത്ഭുതത്തോടെ നോക്കി. മുണ്ടും നേരിതൊക്കെ എടുത്ത് നല്ല സന്തോഷത്തിലാണ് അവൾ. അപ്പോൾ പോയതിൽ പിന്നെ ഇത്രയും വൃത്തിയിൽ അവളെ കണ്ടിട്ടില്ല. മോളെ വാ, നട അടിക്കും മുമ്പ് അമ്പലത്തിലെത്തണ്ടേ? പാർവതി ചോദിച്ചു. അമ്മയൊന്നെങ്കിൽ വന്നേ. പാർവതി മടിച്ച് മുഖം തിരിച്ച് വാതിലിന് പുറത്ത് തന്നെ നിന്നു. മീനു ചെന്ന് പാർവതിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രഭാകരൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. പ്രഭാകരൻ പാർവതിയെ നോക്കി. അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു നിന്നു. മീനു ഇരുവരെയും മാറി മാറി നോക്കി. അമ്മേ, എന്താ ഇത്? മതി ദേഷ്യവും പിണക്കമൊക്കെ. മിത്ര എന്നോട് പറഞ്ഞു അപ്പോഴിനെ കാണാതായ അന്നു മുതൽ അമ്മ വല്യങ്ങനോട് മിണ്ടിയിട്ടില്ലെന്ന്. അപ്പോഴിനെ എനിക്ക് നന്നായിട്ടറിയാം. അച്ഛനോട് ദേഷ്യവും വാശിയൊക്കെ കാണിക്കുകയെങ്കിലും ആ മനസ്സ് നിറയെ അച്ഛനോട് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. സ്നേഹിക്കുന്നവർ വിട്ട് അപ്പോഴിനെ എങ്ങും പോവില്ല, പോകാൻ സാധിക്കില്ല. അപ്പോഴിനെ കാണാതായതിൻ്റെ പേരിൽ വെല്ലിങ്ങനോട് അമ്മ പിണങ്ങിയിരിക്കരുത്. ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹവും അച്ഛന് മക്കളോടുള്ള സ്നേഹവും ഒരുപോലെ തന്നെയാണ്. അപ്പോഴിനെ കാണാതെ അമ്മയുടെ നെഞ്ച് നീറുന്നത് പോലെ വല്യങ്ങൻ്റെ നെഞ്ചും നീറുന്നുണ്ട്. ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം താങ്ങും തണലുമായി നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ പിണങ്ങിയിരുന്നാൽ വേദന കൂടുകയേ ഉള്ളൂ. അല്ലെങ്കിലും എത്ര നാൾ നിങ്ങൾക്കിങ്ങനെ മണ്ടാതിരിക്കാൻ സാധിക്കും? നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അപ്പോഴും പറയാറുണ്ട്. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന അപ്പോഴും എന്നോട് പറയാറ്. അവരെ പോലെ ജീവിക്കണം, അവരെ പോലെ സ്നേഹിക്കണം, അവരുടെ ദാമ്പത്യമാണ് എനിക്ക് മാതൃക എന്നൊക്കെ അപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ തമ്മിൽ പിണക്കമാണെന്നും അത് തൻ്റെ പേരും പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അപ്പോഴിൻ്റെ മനസ്സ് വേദനിക്കും. അത് വേണ്ടമ്മേ, മതി എല്ലാ പിണക്കവും. പാർവതി അവളെ നോക്കി. എനിക്ക് വേണ്ടിയല്ല, അപ്പോഴിന് വേണ്ടി. പ്രഭാകരൻ ഒന്നും പറയാനാകാതെ മുഖം കുനിച്ചു നിന്നു. നിറകണ്ണുകളോടെ പാർവതി അയാളുടെ അരികിലേക്ക് വന്നു. പ്രഭേട്ട, ഇടറുന്ന സ്വരത്തോടെ പാർവതി വിളിച്ചു. അയാൾ അവളെ നോക്കി. ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു. എന്നോട് ക്ഷമിക്കും പ്രഭേട്ട, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പാറു, അയാൾ വിളിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ മാറിലേക്ക് ചാഞ്ഞു. അത് കണ്ട് മീനുവിന് സന്തോഷമായി. അവൾ കണ്ണുകൾ തുടച്ചു. അപ്പുമാനെ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനായില്ല. അതാ ഞാൻ. പാർവതി, നീ എന്നോട് മിണ്ടാതിരുന്നപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി, അയാൾ വേദനയോട് പറഞ്ഞു. മിത്ര അവിടേക്ക് വന്നു. ഈ രംഗം കണ്ട് അവൾക്കും സന്തോഷമായി. കുറച്ച് സമയത്തിന് ശേഷം പാർവതി മുഖമുയർത്തി മീനുവിനെ നോക്കി. അവളുടെ നേരെ കൈനീട്ടി. അവൾ പാർവതിയുടെ അരികിലേക്ക് വന്നു. വെല്ലിങ്ങന്ന് വേഗം വേഷം മാറി വാ, എന്നിട്ട് രണ്ടുപേരും കൂടി അമ്പലത്തിൽ ചെന്ന് അപ്പോഴിന് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണൻ വിളി കേൾക്കാതിരിക്കില്ല, മീനു പറഞ്ഞു. പാർവതി അവളുടെ കവിളിൽ കൈത്തലം വെച്ചു. അമ്മേ, ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. എന്ത് എന്ന ഭാവത്തിൽ അവൻ മീനുവിനെ നോക്കി. ഒരു പരീക്ഷയുണ്ട്, ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ അവസാന പരീക്ഷയാവും ഇതിൽ ജയിച്ചില്ലെങ്കിൽ തന്നെ പിന്നെ ഞാൻ. അവൾ ഒരു മാറ്റം നിർത്തി. എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം. അതും പറഞ്ഞ് അവൾ ഇരുവരുടെയും കാലത്തോട്ട് വന്ദിച്ചു. പാർവതി അവളുടെ നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ അറിഞ്ഞിരുന്നു നീ ക്ലാസ്സിന് പോകുന്ന കാര്യമൊക്കെ. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇത്തവണ എൻ്റെ മകൾ ജയിക്കും. അമ്മയുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും മോൾക്കുണ്ട്, പാർവതി പറഞ്ഞു. അവൾ പ്രഭാകരനെ നോക്കി. അയാൾ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. അവൾ അയാളുടെ മുന്നിലേക്ക് ചെന്നു. വല്യങ്ങന്നെ എന്നാണ് വിളിക്കുന്നതെങ്കിലും എൻ്റെ സ്വന്തം അച്ഛനെ പോലെ ഞാൻ വല്യങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കാരണം വല്യങ്ങന്നിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, അവൾ കൈകൾ കൂപ്പി പറഞ്ഞു. അയാൾ പകച്ചുകൊണ്ട് മുഖമെടുത്തി അവളെ നോക്കി. അവളുടെ കൈ പിടിച്ചു. ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ് മോളെ, ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. അതിന് ദൈവം തന്ന ശിക്ഷയാണിത്. പക്ഷേ എൻ്റെ കുഞ്ഞിന് പകരം എന്നെ ശിക്ഷിക്കാമായിരുന്നില്ല ദൈവത്തിന്, അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വല്യങ്ങന്ന് വിഷമിക്കേണ്ട, അപ്പേട്ടം വരും, ഒരപകടം കൂടാതെ. എന്നാൽ ഞാൻ പോട്ടെ. അതും പറഞ്ഞ് കണ്ണു തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. ഇപ്പോൾ എന്തു പറയുന്നു? മീനുവിന് പകരം അവന്തിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമോ? ഇല്ല, മീനു അവൾ മതി നമ്മുടെ മരുമകളായിട്ട്, പാർവതി പ്രഭാകരനോട് പറഞ്ഞു. അയാൾ പാർവതിയെ നോക്കി.
അപ്പോൾ വരട്ടെ, അയാൾ പറഞ്ഞു. ഗേറ്റ് കടന്ന് പോകവേ ഒരു നിമിഷം മീനു നിന്ന് തിരിഞ്ഞ് മേലെടുത്ത തറവാട് ആകെ ഒന്ന് നോക്കി. ആദ്യമായി അച്ഛൻ്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന രംഗം അവൾ ഓർത്തു. തൻ്റെ കൈപിടിച്ച് അപ്പു ഓടിയപ്പോൾ താൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമെന്ന്. ചിരിച്ചുകൊണ്ടാണ് താൻ ഈ പടി കടന്നു വന്നത്. പക്ഷേ ഇന്ന് വേദനയോടെ ഇറങ്ങിപ്പോവുകയാണ്. ഇനി ഈ തറവാട്ടിലേക്ക് വരാനാകുമോ എന്ന് അറിയില്ല. അപ്പുവേട്ടൻ്റെ കൈപിടിച്ച് ഈ പടി കടന്നു വരണം എന്നാണ് കരുത്ത്. പക്ഷേ അതിനെന്നെ സാധിക്കുമോ? വിധി എന്തുമായിക്കോട്ടെ, ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പുവേട്ടനോടൊപ്പം, മരിക്കുകയാണെങ്കിൽ അതും അപ്പുവേട്ടന് വേണ്ടി മാത്രം. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗേറ്റ് കടന്ന് അവൾ നടന്നു. തുടരും.